രാത്രിയിലെ നിഴൽ. അത് ഒരു പൗർണമി രാത്രിയായിരുന്നു. നിലാവ് മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തി വിജനമായ പാതയിൽ വിചിത്രമായ നിഴലുകൾ തീർത്തു. രാജു പതിവില്ലാതെ നടന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അവന്റെ മനസ്സിൽ ഒരുതരം ഭയമുണ്ടായിരുന്നു. കാരണം ആളൊഴിഞ്ഞ ആ വഴിയിൽ പലപ്പോഴും വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് വഴിയോരത്തെ ഒരു പഴയ മാവിൻ ചുവട്ടിൽ അവൻ ഒരു വെളുത്ത രൂപം കണ്ടു. ആദ്യമവൻ അതൊരു മരത്തിന്റെ ഭാഗമാണെന്ന് കരുതി. പക്ഷേ ആ രൂപം പതിയെ ചലിക്കാൻ തുടങ്ങി. അതൊരു സ്ത്രീയുടെ രൂപമായിരുന്നു, നിലത്ത് തട്ടാതെ പാറി നടക്കുന്നതുപോലെ. രാജുവിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവന്റെ കാലുകൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ആ രൂപം അവനടുത്തേക്ക് നീങ്ങിവന്നു. അതിനൊരു മുഖമുണ്ടായിരുന്നില്ല, കണ്ണുകളുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ നിന്ന് ഒരുതരം ദുഃഖം രാജുവിന് അനുഭവപ്പെട്ടു. ആ രൂപം അവന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ തണുത്ത ഒരു കാറ്റ് അവനെ പൊതിഞ്ഞു. ഒരേയൊരു നിമിഷം ആ രൂപം അവനെ കടന്നുപോയി. രാജു ശ്വാസമടക്കി പിടിച്ചുനിന്നു. പിന്നീട് അവൻ തിരിഞ്ഞുനോക്കിയപ്പോൾ ആ രൂപം മാവിൻ ചുവട്ടിൽ മറഞ്ഞിരുന്നു. അവൻ ഓട്ടി വീട്ടിലെത്തും വരെ തിരിഞ്ഞുനോക്കിയില്ല. അന്ന് രാത്രി രാജുവിനുറങ്ങാൻ കഴിഞ്ഞില്ല. മാവിൻ ചുവട്ടിലെ ആ നിഴൽ അവന്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. അത് ഒരു അനുഭവമായിരുന്നു, ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മ.